MES ഡയമണ്ട് ജൂബിലി സെലിബ്രേഷനോടനുബന്ധിച്ച് റിസർച്ച് കൊളോക്കിയം 2026 ഏപ്രിൽ 21-22 തീയതികളായി MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ വെച്ച് നടക്കുകയാണ്. ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ എനിക്കൊരു പേപ്പർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. രജിസ്ട്രേഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി എൻ്റെ കോളേജായ MES കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുറ്റിപ്പുറത്തിലെ ഫുൾ ടീം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഓടിയാണ് സെൽഫീസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഷിറാസ് സാറിനെ സുനി സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. MESന്റെ തന്നെ 30 പരം കോളേജസ് പങ്കെടുക്കുന്ന ഈ ഒരു ഇവന്റിൽ ആയിരക്കണക്കിന് പാർട്ടിസിപ്പൻസ് ആണുള്ളത്. അതിൽ തന്നെ 450+ പേപ്പേഴ്സും 250+ പ്രസന്റേഷൻസും ഉണ്ട്. ബാക്കിയുള്ളത് പോസ്റ്റർ പ്രസന്റേഷൻ ആണ്. മിനി മാമിനെ സിന്ധു മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ പോസ്റ്റേഴ്സ് ആണത്. പ്രിൻസിപ്പൽ റഹ്മത്തുന്നിസ മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. മാമിൻ്റെ കൂടെ സെൽഫീസ് ഒക്കെ എടുത്ത് അപ്പോഴേക്കും ഇനാഗ്രൽ സെറിമണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷന്. മൻസൂർ സാർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. ഡോക്ടർ ഫസൽ ഗഫൂർ സാറാണ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അബൂബക്കർ സാർ ബാക്കി ഡെലിഗേറ്റ്സും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ലെക്ചർ ഹാൾ 2 വെച്ചിട്ടായിരുന്നു എൻ്റെ പേപ്പർ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ മാം അവിടെ സജീവമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു പാനൽ മെമ്പേഴ്സ്. അങ്ങനെ എല്ലാവരും പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കോളേജിലുള്ള സ്റ്റാഫും അതേപോലെ തന്നെ സ്റ്റുഡൻസും പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം എൻ്റെ കൂടെ എത്തി അത്യാവശ്യം നന്നായിട്ട് തന്നെ എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. ഞാനും ഷാമോൻ സാറും കാർത്തിക് സാറും കൂടെ. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം ഇരിക്കുമ്പോഴാണ് അബൂബക്കർ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ കൂടെ സെൽഫീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ചായ എത്തി. അവിടുന്ന് ദിൽറുബ മിസ്സിനെ, മുനീറ മിസ്സിനെ, അതേപോലെ തന്നെ ശ്രീദിയ മിസ്സിനെ, നിഷിനി മാമിനെ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി പ്രസന്റേഷൻസ് എല്ലാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. പ്രസന്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ സാർ നമ്മളോട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗും മെഡിക്കലും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാന്നുള്ള സാറ് നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് സപ്പോർട്ട് വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.